പ്രമുഖ ചലച്ചിത്ര താരങ്ങളുടെ പ്രതിഫല കാര്യത്തിൽ ദശാംഗങ്ങൾക്കിടയിലുള്ള വന്നിട്ടുള്ള മാറ്റം വളരെ കൗതുകകരമാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ കോടികൾ വാങ്ങുന്ന താരങ്ങളിൽ പലരും കരിയറിന്റെ തുടക്കത്തിൽ വാങ്ങിയ പ്രതിഫലം പലപ്പോഴും ഞെട്ടപ്പെടുത്തുന്നതാണ്. മലയാള സിനിമയുടെ മുൻനിരയിൽ പതിറ്റാണ്ടുകളായി ഉള്ള മമ്മൂട്ടിയുടെ പ്രതിഫലവും അങ്ങനെ തന്നെയാണ്. 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിൽ മുഖം കാണിച്ച മമ്മൂട്ടി ആദ്യ ശ്രദ്ധേയ റോൾ കെ.ജി. ജോർജ് സംവിധാനം ചെയ്ത മേളയിലായിരുന്നു. ചിത്രത്തിൽ മമ്മൂട്ടിക്ക് ലഭിച്ച പ്രതിഫലം എത്രയെന്ന് ശ്രീനിവാസൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കൈരളി ടിവിയിൽ മുമ്പുണ്ടായിരുന്ന ഒരു കാലത്താണ് ശ്രീനിവാസൻ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത്. അത് ഇങ്ങനെ: ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ അധ്യാപകനായിരുന്ന പ്രഭാകരൻ സാർ മലയാള സിനിമ ഗൾഫിലേക്ക് വിതരണം ചെയ്തിരുന്നു. അദ്ദേഹം ഗൾഫിലുള്ള സുഹൃത്തുക്കളും ചേർന്ന് സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. കെ.ജി. ജോർജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കഥ എൻ്റെ നാട്ടുകാരനായ ശ്രീധരൻ ചെമ്പാടിയതാണ്. പ്രഭാകരൻ സാർ നിർമ്മാതാവ് ആയതുകൊണ്ടാണ് ആ സിനിമയിൽ ആദ്യാവസാനം ഞാൻ ഉണ്ടായിരുന്നത്. കഥ തിരക്കഥയാക്കുന്ന ചർച്ച മുതൽ ഒരു സർക്കസ് കഥയായിരുന്നു അത്. നായകൻ ഉയരം കുറഞ്ഞ ഒരാളാണ്. സർക്കസിലെ കോമാളി വേഷം കെട്ടുന്ന ഒരാൾ. ഉപനായകൻ മോട്ടോർ ബൈക്ക് ജമ്പ് ചെയ്യുന്ന ആളാണ്. ആ റോൾ മിടുക്കനായി അഭിനയിക്കാൻ സ്മാർട്ടായി മിടുക്കനായി കാണാൻ സൗന്ദര്യമുള്ള ഒരാളെ വേണമെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എറണാകുളത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളുണ്ട്. വക്കീലാണ്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലെ ഡബ്ബിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സെൻട്രൽ സ്റ്റേഷനിൽ വെച്ച് പ്രഭാകരൻ സർ എന്നെ ഏൽപ്പിച്ച മമ്മൂട്ടിയുടെ പ്രതിഫല തുക ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ഓർക്കത്ത് കൊടുത്തു. 800 രൂപയായിരുന്നു. മമ്മൂട്ടിയുടെ കണ്ണും തള്ളിപ്പോയി. 800 രൂപയോ? അദ്ദേഹം ചോദിച്ചു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ പുള്ളിക്ക് കിട്ടിയ തുക 50 രൂപയായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, ഈ രൂപ കൊണ്ട് എറണാകുളത്ത് പോയി ഞാനൊരു വിലസുമിടാ എന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എറണാകുളത്ത് വക്കീൽ പണിയിൽ നിന്ന് പുള്ളിക്ക് കാര്യമായി ഒന്നും കിട്ടുന്നില്ല എന്ന്. സ്വതസിദ്ധമായ നർമ്മഭാഗത്തിൽ ശ്രീനിവാസൻ അന്ന് പറഞ്ഞത് ഇങ്ങനെ: